ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നമുക്ക് തന്നെ സമർപ്പിക്കാം. വായിക്കാം ആവർത്തന പുസ്തകം. എൻ്റെ സമയം മുൻപോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ ദൂത് അറിയിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വായിക്കാം. ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 2, ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. ആവർത്തന പുസ്തകം 2-ാം അധ്യായം, ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 2 വേഴ്സ് 1 to 3. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാൽ കൊള്ളാം. മലയാളത്തിൽ വായിച്ചാട്ട്. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സെയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിവീൻ. മതി, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിയുക. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായോ എന്ന് അറിയത്തില്ല. ഹലോ, സ്തോത്രം, സ്തോത്രം, ആമേൻ. നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, ഇത്രത്തോളം അനുഭവിച്ചത് മതി. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു, ഇന്ന് വരെ നിങ്ങൾ കടന്നുപോയ അവസ്ഥകൾ മതി. പിശാച് നിങ്ങളെ ഇട്ട് വട്ടം കറക്കിയത് മതി. എനഫ് ഈസ് എനഫ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് സ്തുതിച്ചേ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പിശാച് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ ഉയരാൻ വിടുകയില്ല, നന്മ കാണാൻ വിടുകയില്ല, അനുഗ്രഹം പ്രാപിക്കാൻ വിടുകയില്ല. ഇന്ന് രാത്രി യേശു പറയുന്നു, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കറങ്ങിയത് മതി. Enough is enough. സ്തോത്രം, 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 സ്തോത്രം. ഈ പർവ്വതം കറങ്ങിയത് മതി. Turn towards to north. നിങ്ങൾ വടക്കേലേക്ക് തിരിയുക. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഒന്ന് ശ്രദ്ധിക്കണേ. വടക്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, വടക്കെന്ന് പറയുന്നത് ഇന്നും ശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് വടക്ക്. സയന്റിസ്റ്റിന് ഇന്ന് വരെ കണ്ടുപിടിക്കാനൊക്കാത്ത ഒരു സ്ഥലമാണത്. ശൂന്യമായി കിടക്കുന്ന സ്ഥലം. ദൈവവചനം വ്യക്തമായി പറയുന്നു, അവിടെ ആണ് സ്വർഗമുള്ളത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുമ്പോ എബ്രായ ബാലകന്മാർ ദൈവസന്നിധാനത്തിൽ വടക്കിലേക്കിരിക്കുന്ന ആ കിളിവാതിലൊന്ന് തുറന്നിട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർ ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ നിങ്ങളെ വട്ടം കറക്കിയ പിശാചിനെ ദൈവം പുറത്താക്കി നിങ്ങൾക്ക് വേണ്ടി ചില നന്മകൾ കൊണ്ടുവരും. സ്തോത്രം, 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 സ്തോത്രം. ഈ ചേഞ്ച് വരുമ്പോൾ രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ഒന്ന്, ചേഞ്ചിനൊത്ത വണ്ണം നമ്മൾ ചേഞ്ച് ആകാം. രണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യുക. ആ ചേഞ്ചിനെ വേണമെങ്കിൽ തടയാം, ഇല്ല ചേഞ്ചിനൊത്ത വണ്ണം നമ്മൾ ചലിക്കാം. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. ദൈവം കൊണ്ടുവരുന്ന ഓരോരോ ചേഞ്ചും, ഓരോരോ വ്യത്യാസവും, സ്തോത്രം, ആ വ്യത്യാസത്തിന് ഒത്തവണ്ണം നമുക്ക് ചലിക്കാൻ പറ്റുമോ? അതാ പരിശുദ്ധാത്മാവ്. ഇന്നിപ്പോൾ പറ്റത്തില്ല. നമുക്ക് ചില പാരമ്പര്യമുണ്ട്, ചില രീതിയുണ്ട്, അത് അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീരാൻ പറ്റത്തില്ല. പക്ഷെ ചേഞ്ച് വരുമ്പോൾ നീ ചേഞ്ച് ആയില്ലെങ്കിൽ ആയുസ്സിൽ നിന്നെ തമ്പുരാൻ ചേഞ്ച് ആക്കത്തുമില്ല. ചേഞ്ച് വരുന്നതിന് ഒത്തവണ്ണം നീ ചേഞ്ച് ആയിരിക്കണം. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഇതിൻ്റെ അകത്ത് ചില ചേഞ്ച് വരാൻ പോകുന്നു. ചില കുടുംബത്തിൻ്റെ അകത്തൊരു ചേഞ്ച് വരാൻ പോകുന്നു. ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തോട് സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ കാലങ്ങൾ പിശാച് വട്ടം വിട്ട് നിന്നെ കറക്കി കറക്കി കറക്കി, ഹല്ലേലൂയ, സ്തോത്രം, നീ അധ്വാനിക്കുന്നുണ്ട്,
പക്ഷെ ഓട്ടസഞ്ചിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന നീ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിലിരുന്ന് നിനക്കൊരു ഉയർച്ച കാണുന്നില്ല, ഒരു നന്മ കാണുന്നില്ല, ഒരു വിടുതൽ കാണുന്നില്ല. ഓ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ വട്ടം കറങ്ങിയത് മതി, ഈ പർവ്വതം കറങ്ങിയത് മതി, ഈ അവസ്ഥയിൽ പോയത് മതി, നിനക്കൊരു വ്യത്യാസം. നാളുകളാൾ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അനേക ദിവസങ്ങൾ കൊണ്ട് കണ്ണുനീരൊഴുക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി പറ, യേശുവേ മതി കർത്താവേ, ഞാൻ ഈ പോക്ക് എനിക്ക് മതി കർത്താവേ, ഇതിലിരുന്ന് ഒരു ചേഞ്ച് എനിക്ക് ആവശ്യമുണ്ട്. Somebody lift up your voice. ആരെങ്കിലും ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞ് സ്വത്രം. I am not happy to ആ കംഫർട്ട് സോണിലിരുന്ന് സുഖിക്കുന്ന എനിക്കിഷ്ടമില്ല. എനിക്കൊരു വ്യത്യാസം വേണം. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു വ്യത്യാസം വേണം. എൻ്റെ ഫൈനാൻസിൽ ഒരു വ്യത്യാസം വേണം. എൻ്റെ മിനിസ്ട്രിയിൽ ഒരു വ്യത്യാസം വേണം. എൻ്റെ ജോലി മണ്ഡലത്തിൽ ഒരു വ്യത്യാസം വേണം. ഓ, നിങ്ങൾ വാ തുറന്ന് പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഉള്ളം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, വാ കൊണ്ട് ഏറ്റു പറയണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. 12 വർഷം കൊണ്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീ, അവൾ കാണാത്ത വൈദ്യന്മാരില്ല, ചെലവാക്കാത്ത പൈസ ഇല്ല, സകലതും ചെയ്തിട്ട് തോറ്റിരിക്കുമ്പോ അവൾ ഒരു വാർത്ത കേൾക്കുന്നത്, യേശു ഈ വഴിയിൽ കൂടി കടന്നു പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വാർത്ത കേട്ടപ്പോ, ഒരു ദൂത് കേൾക്കുമ്പോ പ്രതികരിക്കുന്നവരാണ് ദൈവത്തിന് ഇഷ്ടം. അവളെ തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഇന്ന് രാത്രി ചിലർ പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ കേൾക്കാനല്ല, ഉള്ളം കൊണ്ട് പറ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എത്ര കാലമായി ഇവിടെ കിടന്നിട്ട്, എത്ര കാലമായി, എത്ര കൊല്ലമായി ശ്രമിക്കേണ്ടതല്ല ശ്രമിച്ചു. പിശാച് എന്നെ വട്ടമിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവം പറയുന്നു, നീ കറങ്ങിയത് മതി, ഈ പർവ്വതം കറങ്ങിയത് മതി, ഈ രോഗത്തിൽ കറങ്ങിയത് മതി, ഈ ബന്ധനത്തിൽ കറങ്ങിയത് മതി, ഈ പ്രശ്നത്തിൽ കറങ്ങിയത് മതി, ഈ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കറങ്ങിയത് മതി. Come out. Come out. സ്വത്ര. ചിലർക്ക് വിശ്വാസം വരുന്നില്ല. മതി, കറങ്ങിയത് മതി. വൈദ്യന്മാർക്ക് പണം കൊണ്ടുപോയി ചെലവാക്കിയത് മതി. ലായറിന് പണം കൊടുത്തത് മതി. ഈ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നത് മതി. ദൈവം പറയുന്നത് മതി. There is a change. Somebody shout, I need a change. എനിക്കൊരു വ്യത്യാസം വേണം. ശംദൽ ജബനഗജന ഹസ്തജാന ഹൽക്ക റഗനഗഡദുര റംശികലവ ശംദല. ലൈഫിന്റെ ഒരു സൈക്കിളാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരിടത്ത് തുടങ്ങിയ അത് തന്നെ കണ്ടിന്യൂഷൻ. പ്രശ്നം തുടങ്ങിയ പ്രശ്നത്തിൻ്റെ മണ്ടയ്ക്ക് പ്രശ്നം, പ്രതികൂലത്തിൻ്റെ മണ്ടയ്ക്ക് പ്രതികൂലം, ഒന്ന് മാറി മറ്റൊന്ന്. ഇത് ലൈഫിൻ്റെ ഒരു സൈക്കിളാ. ഇന്ന് രാത്രി ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരിലിരുന്ന് ഇവിടെ വരെ വന്നത് അല്ലല്ലേ പ്രശ്നം പറഞ്ഞേച്ച് പോകാനല്ല. തമ്പുരാൻ എനിക്കൊരു ദൂത് തന്നു. ആ ദൂതിൻ്റെ വെളിച്ചത്ത് നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പ്രശ്നം മതി, പ്രതികൂലം മതി, ആ നിന്ദ മതി, ആ രോഗം മതി. ഹല്ലേലൂയ, ആ സൈക്കിളിനെ ഒന്ന് പൊട്ടിക്കാൻ പോകുന്നു ഇന്ന് രാത്രി. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവം പറഞ്ഞു, ദിസ് ഇസ് ദ ടൈം ഓഫ് ചേഞ്ച്. ഇതൊരു സമയം, വ്യത്യാസത്തിൻ്റെ സമയം, ദൈവം വ്യത്യാസം നൽകുന്ന സമയം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ശ്രദ്ധിക്കണേ, വായിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരിക. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് വരുന്നു. 15-ാം അധ്യായത്തിൽ വരിക. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 15, 15-ന്റെ 18 മുതൽ വായിച്ചേ. 18 മുതൽ 18ഉം 19ഉം വായിച്ചേ. വായിച്ചോ. എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാത്തവണ്ണവും വിഷമവും ആയിരിക്കുന്ന എന്ത്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ 18-ാം വാക്യം പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച്, നെഗറ്റീവായുള്ള വാക്കുകൾ. പലപ്പോഴും അവസ്ഥ നോക്കുമ്പോൾ നമ്മളും പറഞ്ഞു പോകും, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, സ്തോത്രം, എനിക്ക് ഒരിക്കലും കരകയറാൻ പറ്റത്തില്ല, നന്മ കാണാൻ പറ്റത്തില്ല, വിടുതലൊന്നൊക്കെ ഞാൻ എല്ലാവർക്കും കിട്ടുന്നു, എനിക്ക് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടല്ലോ, ആ നെഗറ്റീവായി സംസാരിക്കുന്ന ഒന്ന് നിർത്തിയിട്ട് ദൈവം പറയുന്നു, നിനക്കൊരു വ്യത്യാസം ഞാൻ കൊണ്ടുവരാൻ പോകുന്നു. സ്വത്രം സ്വത്രം സ്വത്രം. അതാണ് 19-ാം വാക്യത്തിൽ പറയുന്നത്. വായിച്ചാട്ടെ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ. ഒരു ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മടങ്ങി വരണം, മടങ്ങി വരണം. ദൈവം പറയുന്നു, ആ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ആ പ്രതികൂലകരമായിരിക്കുന്ന ചിന്താമണ്ഡലത്തിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരണം. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്ത് തോൽവി കണ്ടു. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ അറിയത്തില്ല. ഞാൻ പറയുന്ന ദൂതാണ്. നീ കാണുന്ന മണ്ഡലമുണ്ട്, കാണാത്ത മണ്ഡലമുണ്ട്. കാണുന്ന മണ്ഡലം താൽക്കാലികമായതാ, കാണാത്ത മണ്ഡലം ശാശ്വതമായതാ. സ്വത്രം ശ്രദ്ധിക്കണം. കാണുന്ന മണ്ഡലം ഫാക്ടാ, പക്ഷേ കാണാത്ത മണ്ഡലം സൂപ്പർ നാച്ചുറൽ. കാണുന്ന മണ്ഡലം നാച്ചുറൽ, കാണാത്ത മണ്ഡലം സൂപ്പർ നാച്ചുറൽ. സ്വത്രം സ്വത്രം. നമ്മൾ കാണുന്ന മണ്ഡലം നോക്കിയല്ല ജീവിക്കേണ്ടത്, കാണാത്ത മണ്ഡലത്തെ നോക്കിയാ ജീവിക്കേണ്ടത്. കാണുന്ന മണ്ഡലം പറയുന്നു, നീ ഒരിക്കലും ഉയരുകയില്ല. ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ, ഇന്നത്തെ സാഹചര്യം കാണുമ്പോൾ ഒരിക്കലും നിനക്ക് നന്മ പ്രാപിക്കാൻ പറ്റുകയില്ല. പക്ഷേ ആ നന്മ പ്രാപിക്കത്തില്ല എന്ന് സാഹചര്യം പറയുമ്പോൾ ഞാൻ കാണാത്ത മണ്ഡലത്തെ ദർശിച്ചുകൊണ്ട് പ്രവചിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ അവിടെ ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ, ഒരിക്കലും ആയുസ്സിൽ ജീവിക്കത്തില്ല. സ്വത്രം. അസ്ഥികൾ ഒന്നിനൊന്നും ഒരു ബന്ധമില്ല, ത്വക്കില്ല, നരമ്പില്ല, മാംസമില്ല. സ്തോത്രം. തലയോട്ടി ഒരിടത്ത്, കാലിൻ്റെ എല്ല് ഒരിടത്ത്. സ്തോത്രം. ഇതെല്ലാം ഒരിടത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഇത് ഒരിക്കലും ഇതിന് ജീവൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് അറിഞ്ഞ പ്രവാചകൻ പറഞ്ഞു, കാണുന്ന മണ്ഡലത്തിൽ എല്ലാം ചിതറിക്കിടക്കുന്നു, ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, ഒരിക്കലും ഉയർച്ച കാണത്തില്ല, നന്മ കാണത്തില്ല എന്ന് കാണുന്ന മണ്ഡലം പറയും. പക്ഷേ ഞാൻ ഒരു സ്റ്റെപ്പ് കാണാത്ത മണ്ഡലത്തിന്റെ മണ്ടയ്ക്ക് കയറി നിന്ന് അവിടെ നിന്ന് നോക്കുമ്പോ എൻ്റെ ദൈവം സാധാരണക്കാരനല്ല. അവൻ അഖിലാണ്ടത്തെ സൃഷ്ടി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവന്, വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കുന്ന, ശൂന്യതയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തുന്നവനാകിയ വിശ്വാസത്തിൻ്റെ വാക്ക് എന്തിനാ നമ്മൾ ഏറ്റു പറയുന്നത് അറിയോ? പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് രാത്രി അതേ ചോദ്യം. സഹോദര, നിന്റെ അവസ്ഥയ്ക്കൊരു ഭേദം വരുമോ? സഹോദരി, നിന്റെ വിഷയത്തിന് ഒരു വിടുതൽ വരുമോ? സാഹചര്യം നോക്കുമ്പോൾ നിനക്ക് ഒരിക്കലും
ഒരിക്കലും അതിലിരുന്ന് ഒരു വിടുതൽ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ദൈവം പറയുന്നത് ദിസ് ഈസ് ദ സീസൺ ഓഫ് ചേഞ്ച്. ഇതൊരു മേജർ ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഈ അടയാളങ്ങൾ കാണുക. ഇന്ന് രാത്രി എല്ലാവർക്കുള്ള ദൂതല്ല, ഇതിൻ്റെ അകത്ത് ചിലർ വിശ്വസിക്കട്ടെ. അവർ അടയാളങ്ങൾ കാണുക, അവർ അത്ഭുതങ്ങൾ കാണുക. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ദൈവവചനം പറയുന്നു. പ്രവാചകന്റെ മറുപടി, കർത്താവേ അങ്ങ് അറിയുന്നു, അങ്ങ് അറിയുന്നു. സ്വത്രം. കർത്താവേ ഞാൻ മനുഷ്യനാ, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ഞാൻ ചിന്തിച്ച എനിക്ക് സ്തോത്രം ഈ സാഹചര്യം മാത്രം കാണാം. ഞാൻ ഈ ലോകത്തിൽ കാണുന്ന മണ്ഡലം മാത്രം കാണുന്നു. പക്ഷെ അങ്ങക്ക് അപ്പുറം എന്ത് നടക്കാൻ പോകുന്നെന്ന് അറിയാം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, കർത്താവേ അങ്ങ് അറിയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാല എൻ്റെ ഭാവി ദൈവം അറിയുന്നു, എൻ്റെ ഫ്യൂച്ചർ ദൈവം അറിയുന്നു, എൻ്റെ കുടുംബം ദൈവം അറിയുന്നു, എൻ്റെ സഭയെ ദൈവം അറിയുന്നു, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവം അറിയുന്നു. ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി പറ, എൻ്റെ ദൈവം കഴിവില്ലാത്ത ദൈവമല്ല, കഴിവുള്ള ദൈവമാ. ആമേൻ. അടുത്ത പദം ദൈവം പറഞ്ഞു, ഓക്കെ നീ അറിയുന്നു എന്ന് പറഞ്ഞപ്പം ദൈവം പറയുന്നു, ഓക്കെ ഞാൻ അറിയുന്നു, പക്ഷേ നീ കാറ്റിനോട് പ്രവചിക്കണം. കാറ്റിനോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക. സ്തോത്രം. അസ്ഥി കൂമ്പാരങ്ങൾ അവിടെ കിടക്കുന്നു. കാറ്റിനോട് പ്രവചിക്കുക. എന്താ കർത്താവേ, ഒരു മനുഷ്യനുണ്ടെങ്കിൽ പ്രവചിക്കാൻ ഒരു രസമുണ്ട്, കാറ്റിനോട് എങ്ങനെയാ പ്രവചിക്കുക? ഇന്ന് രാത്രി ഞാൻ അതാ പറയാൻ വന്നത്. പ്രവാചകൻ കാണുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കാണാത്ത മണ്ഡലത്തെ ഒന്ന് ടച്ച് ചെയ്ത്, ഇന്ന് രാത്രി കാണുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കാണാത്ത മണ്ഡലത്തെ വിളിച്ചു വരുത്താൻ പറ്റുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേര് അതിനെ വിശ്വസിക്കുന്നു? ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പ്രവചിക്കുമ്പോൾ അപ്പുറത്ത്, മൈലുകൾക്കപ്പുറത്ത് ചിലത് നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം. കാണുന്ന മണ്ഡലം, കാണാത്ത മണ്ഡലം. കാണുന്ന മണ്ഡലം താൽക്കാലികം, കാണാത്ത മണ്ഡലം ശാശ്വതം. കാണുന്ന മണ്ഡലത്തിൽ നീ സൈന്യത്തെ, ശത്രുവിനെ കാണും. കാണാത്ത മണ്ഡലത്തിൽ നീ ദൂതന്മാരെ കാണും. സ്തോത്രം. എനിക്ക് ഇഷ്ടം പോലെ ആ കണക്ഷനിൽ എനിക്ക് സംസാരിക്കാം. പക്ഷെ എൻ്റെ വിഷയം അതല്ല. പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ കാറ്റിനോട് പ്രവചിക്കുക. ഇന്ന് രാത്രി ചിലരോട് ദൈവം പറയുന്നു, നിൻ്റെ വാഗൊണ്ട് നീ തന്നെ പ്രവചിക്കുക. ഈ സഭയ്ക്ക് വേണ്ടി പ്രവചിക്കുക, നിനക്ക് വേണ്ടി പ്രവചിക്കുക, നിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവചിക്കുക, നിൻ്റെ ജോലിക്ക് വേണ്ടി പ്രവചിക്കുക, നിൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രവചിക്കുക. ഇന്ന് രാത്രി ആരെങ്കിലും പ്രവചിക്കുന്നവരുണ്ടോ? ഓ, പാസ്റ്ററിന് എന്തോ വട്ട് പിടിച്ചിരിക്കുന്നു. അതെ, എൻ്റെ ദൈവത്തിനും വട്ട് പിടിച്ചത് കൊണ്ട് കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ വട്ടനാകാം. ഹല്ലേലൂയ. ഒരു ലജ്ജയില്ല, ഒരു ലജ്ജയില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ കാറ്റിനോട് പ്രവചിച്ചു. നമ്മളെല്ലാം വിടുതൽ കിട്ടിയ ശേഷം സ്വത്രം പറയാനിരിക്കുക. സ്വത്രം പറ. അതുകൊണ്ടാണ് വിടുതൽ കിട്ടാത്തത്. കാറ്റിനോട് പ്രവചിക്കുക. സ്വത്രം, സ്വത്രം. ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, അബ്രാമിനെ വിളിച്ചു, ദൈവം ദൂത് പറഞ്ഞു. ഈസാക്കിനെ വിളിച്ചു, ദൂത് പറഞ്ഞു. കാണുന്ന മണ്ഡലത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും വിടുതൽ കിട്ടത്തില്ല. പക്ഷെ കാണാത്ത മണ്ഡലത്തിൽ അവർക്ക് വേണ്ടി ദൈവം വിടുതൽ ഒരുക്കി വെച്ചാ പറയുന്നത്. ആമേൻ. കാറ്റിനെ കാണുന്നില്ല, മേഘത്തെ കാണുന്നില്ല, എങ്കിലും വിശ്വാസത്താൽ കുഴികൾ കുഴിക്കാൻ തുടങ്ങി. സ്തോത്രം. നമുക്കൊക്കെ ഒരു പ്രശ്നമുള്ളത്, കാറ്റ് കാണണം, മേഘം കാണണം, മഴക്കോളുണ്ടെങ്കിൽ അന്നേരം പറയും മഴ വരുന്ന സംഭവം ഉണ്ട്. സ്വത്രം.
മഴ വരുന്നത് പോലെ ഒക്കെ തോന്നുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലാത്തപ്പോൾ, സാഹചര്യം സകലത് നിനക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ പ്രവചിക്കാൻ പറ്റുമോ? പ്രവചിക്കാൻ പറ്റുമോ? അത് പറഞ്ഞപ്പോൾ ആർക്കും സ്വത്രം വരുന്നില്ല. പ്രവചിക്കണം, പ്രവചിക്കണം, പ്രവചിക്കണം. ഇന്ന് ഇത്രയും വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോകുന്നു, സ്തോത്രം. ഒരു കാലത്ത് എംപ്റ്റിയായി കിടക്കുന്ന ആലയത്ത് പൊട്ടനെ പോലെ നടന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്, സ്തോത്രം, അവിടെ ആരും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സീന് ഇന്നും ഞാൻ മറന്നിട്ടില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആത്മാക്കളെ സഭയിൽ കൊണ്ടുവന്നു. കാണുന്ന മണ്ഡലമല്ല, കാണാത്ത മണ്ഡലത്തിൽ ഒരു വിടുതൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഞാൻ വചനത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറഞ്ഞപ്പം പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചു. അസ്ഥികൂമാരത്തിൽ അസ്ഥികൾ ഒന്നിനൊന്ന് അത് ജോയിൻ ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. നരമ്പ് വന്നു, ത്വക്ക് വന്നു, മാംസം വന്നു, ത്വക്ക് വന്നു. ഒരു വലിയൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് ഇന്ന് രാത്രി കാണാത്ത മണ്ഡലത്തെ വിശ്വസിച്ചുകൊണ്ട് ചിലതേറ്റ് പറയട്ടെ, ഇതുവരെ കറങ്ങിയത് മതി. ദൈവം പറയുന്നു, പിശാച് പറഞ്ഞു, നീ ഇതിൻ്റെ അപ്പുറം കടക്കത്തില്ല, ഇവിടെ നിന്ന് കറങ്ങി കുത്തി ഇവിടെ തന്നെ വരണം, അപ്പുറം നീ കാണത്തില്ല. ദൈവം പറഞ്ഞു, ഈ പർവ്വതം ചുറ്റിക്കറങ്ങിയത് മതി, ഈ പർവ്വതം ചുറ്റിക്കറങ്ങിയത് മതി. ഓ ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്നു, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ഒരു വ്യത്യാസം കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ പഴയ സ്വഭാവം മാറ്റണം, പഴയ ചിന്താഗതി മാറ്റണം. പഴയതിനെ പിടിച്ചു വെച്ചോണ്ട് പുതിയതിനു വേണ്ടി പ്രാപിക്കാൻ നിൽക്കരുത്. പഴയ തുരുത്തിൽ പുതിയ വീഞ്ഞ് പകരാറില്ല. സ്വത്രം. പുതിയ തുരുത്തി പുതിയ വീഞ്ഞ്. എല്ലാവരും പറഞ്ഞാട്ടെ, പുതിയ തുരുത്തി പുതിയ വീഞ്ഞ്. പുതിയ തുരുത്തി പുതിയ വീഞ്ഞ്. ഒന്ന് ഉറക്കെ പറ. സ്വത്രം. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാട്ടെ, ഒന്നുകൂടി പറഞ്ഞാട്ടെ. പുതിയ തുരുത്തി പുതിയ വീഞ്ഞ്. പുത്തൻ അഭിഷേകം വേണം. നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചിരിക്കണം. സ്വത്രം, സ്വത്രം. ഇതിൻ്റെ അകത്ത് ഒത്തിരി പേർക്ക് ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് വേണമെന്നല്ല എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ വചനം വ്യക്തമായി വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്ങിനെ പറ്റി വായിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് കിട്ടിയത്? ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ ആ കാര്യമാണ് ഞാൻ പറയുന്നത്. നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം? എലീശ ചോദിച്ചു, അങ്ങയുടെ കയ്യിൽ വലിയ ബംഗ്ലാവൊന്നും ഇല്ല, കാറൊന്നും ഇല്ല. സ്വത്രം. ചോദിക്കാൻ എന്നാ ഉണ്ട്? ഉള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. സ്വത്രം. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ഈ ഇരട്ടി പങ്കെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ആദ്യജാതന് പിതാവ് ആദ്യജാതന് നൽകുന്നതാണ് ഇരട്ടി പങ്ക്. ദാറ്റ് മീൻസ് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്, അപ്പന് 3 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ആദ്യത്തെ മകന് 2 ഏക്കറും 2-ാമത്തെ മകന് 1 ഏക്കറും സ്ഥലം. ഇപ്പം അങ്ങനല്ല, സമമായിരിക്കണം. അന്ന് അങ്ങനല്ല. ആദ്യ ജാതന് ഡബിൾ പോർഷന്. അപ്പോൾ ഏലിയാവിന് കല്യാണം കഴിച്ചതല്ല, ഏലിയാവിന് മക്കളില്ല. പക്ഷേ അന്നത്തെ കാലത്തിൻ്റെ പ്രമാണം, ഒരുവൻ്റെ മണ്ടയ്ക്ക് പോതപ്പ് വീഴുന്ന അവനെ ദത്തെടുത്തതുപോലെ, പുത്രത്വം നൽകി ദത്തെടുത്തതുപോലെ അവനെ മകനായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് എലീശ പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എലീശ ചുമ്മാ അല്ല വിളിച്ചത്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ. സ്തോത്രം. എന്തിനാ അങ്ങനെ വിളിച്ചേ?
ആ ഡബിൾ പോർഷൻ, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. അപ്പോൾ ശ്രദ്ധിക്കണം, ഏലിയാവിൽ ഉണ്ടായ ഇരട്ടി പങ്ക് ഏലിശയ്ക്ക് വരണം. ഏലിയാവ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ അത് നിനക്ക് കിട്ടും, അത് നിനക്ക് ലഭിക്കും. സ്തോത്രം. ഏലിയാവ് എടുക്കപ്പെടുന്നത് ഏലിശ കണ്ടു. വായിച്ചാട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. പിന്നെ അവനെ കണ്ടില്ല. ശ്രദ്ധിക്കണേ, പിന്നെ അവനെ കണ്ടില്ല. എടുക്കപ്പെടുന്നത് കണ്ടു, പിന്നെ അവനെ കണ്ടില്ല. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് വിളിച്ചു. ഏലിശ ചെയ്തത്, അവൻ്റെ വസ്ത്രത്തെ അവൻ കീറി. സ്വത്രം പറഞ്ഞില്ല. അങ്ങനെയാണല്ലോ, വായിച്ചോ, മലയാളത്തിൽ വായിച്ചോ. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. ലിസൺ, ഇവിടാണ് മർമ്മം എനിക്ക് പറയാനുള്ളത്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാറില്ല. പുത്തൻ അഭിഷേകം വേണം, ഡബിൾ പോർഷൻ അനോയിന്റിങ് വേണമെങ്കിൽ പഴയതിനൊന്ന് കീറണം. ഏലിശ ഒന്ന് കീറിയപ്പോ പുതപ്പ് അവന്റെ മണ്ടയ്ക്ക് വീഴുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലതിന്റെ മണ്ടയ്ക്ക് ദൈവം പുതിയ അഭിഷേകം അയക്കാൻ പോകുന്നു. അതിന് മുൻപ് കീറേണ്ടതിന് കീറിക്കള. ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് തോന്നുന്നില്ല. എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കത്തില്ല. സ്വത്രം. ശ്രദ്ധിക്കണേ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒഴിക്കാറില്ല. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തി. പഴയ സ്വഭാവം, പഴയ ആറ്റിറ്റ്യൂഡ്, പഴയ ചിന്താഗതിയിൽ ഇരുന്ന ഒരിക്കലും നിങ്ങൾ ഉയർച്ച പ്രാപിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ആ പഴയ നെഗറ്റീവ് ആയിരിക്കുന്നത് ഞങ്ങൾക്കൊരു വിടുതൽ കിട്ടത്തില്ല, നന്മ ഞങ്ങൾ കാണത്തില്ല, ഇത് തന്നെ പ്രശ്നം തന്നെ, ഒരിക്കലും ജയം കിട്ടത്തില്ല. ഇത് പറയുന്ന നിർത്തി അതിനൊന്ന് കീറിക്കള. ഇന്ന് രാത്രി ചിലർ കീറേണ്ടത് കീറട്ടെ. ആ വേണ്ടാത്ത നെഗറ്റീവ് വർത്തമാനം ഒന്ന് കീറിക്കള. ഒരു ചേഞ്ച് വരാൻ പോകുന്നു, ഒരു ഷിഫ്റ്റ് വരാൻ പോകുന്നു. Somebody lift up your voice. ആരെങ്കിലും വിളിച്ചു പറ, change. This is the season of change. ആമേൻ. കീറിക്കള, കീറതിനെ. കാണുന്ന മണ്ഡലത്തിൽ അത് നിനക്ക് ആവശ്യമെന്ന് തോന്നും, പക്ഷെ കാണാത്ത മണ്ഡലത്തിൽ അത് വേണ്ട. ആമേ. ശ്രദ്ധിക്കണേ, അവൻ കീറിക്കളഞ്ഞപ്പോ പുതപ്പ്, അങ്ങനെയാണല്ലോ വായിച്ചേ. പിന്നെ അവൻ ഏലിയാവിൻ മേൽ നിന്ന് വീണ പുതപ്പെടുത്തു. സ്തോത്രം. കീറേണ്ടത് കീറുമ്പോ പുതപ്പ് വീഴേണ്ടവന്റെ മണ്ടയ്ക്ക് വീഴുന്നിരിക്കാം. പുതപ്പ് വീഴുന്ന ഉടനെ അവൻ അതിനെ എടുത്ത് ആ പുതപ്പെടുത്തിട്ട് പറഞ്ഞു, ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് യോർദാനെ അടിച്ചപ്പോ യോർദാൻ 2ആയി പിളർന്നു. അങ്ങനെ ആണെങ്കിൽ ഇന്ന് രാത്രി ചിലത് പഴയതിനെ കീറിക്കളയേണ്ടത് കീറിക്കളയുമ്പോ പുത്തൻ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോ വഴിവിടാതെ വഴി തടഞ്ഞിരിക്കുന്ന ചില യോർദാനെ ദൈവം 2ആയി പിളർക്കും. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഷിഡമന ഹസ്തജാന റംദേ രഗനഗജന വൈഡൽ പ്രഭനഗ ശതുല രഗനഗജന രേബൽക ശന്ദൽ ജമനഗജന. ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞു. നിനക്ക് വേണമെങ്കിൽ റെസിസ്റ്റ് ചെയ്യുക, നിനക്ക് വേണമെങ്കിൽ പ്രതികരിച്ച് അതിന് തടസ്സമായിട്ട് നിൽക്കാം. ഇല്ല, ചേഞ്ചിന് ഒത്തവണ്ണം നീ ഒഴുക. വെള്ളം ഒഴുകുന്നത് അനുസരിച്ച് നീ ഒഴുകിയ, ആത്മാവ് ഒഴുകുന്നതിനനുസരിച്ച് നീ ഒഴുകിയ
ദൂത് അനുസരിച്ച് നീ ഒഴുകിയ നിനക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നീ അവിടെ തന്നെ നിൽക്കോ. വ്യത്യാസം നിൽക്കത്തില്ല. ദൈവം ചെയ്യുന്ന ചേഞ്ച് നിൽക്കത്തില്ല. നീ ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഈ പർവ്വതം ചുറ്റിയത് മതി. ഈ പർവ്വതം ചുറ്റിയത് മതി. Enough is enough. Turn towards to the north. നോർത്തിലേക്ക് തിരിയുക. പ്രതികൂലം വരുമ്പോൾ മുഖം അന്വേഷിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യെരമ്യാവിൻ്റെ പുസ്തകം 15:19 വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം. വായിച്ചാട്ടെ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ മടങ്ങി വരണം. നീ മടങ്ങി വന്ന ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽക്കാൻ തക്കവണ്ണം വീണ്ടും ഞാൻ കൈക്കൊള്ളും. വായിച്ചാട്ടെ. നീ അധമമായത് ഒഴിച്ച്, ദിസ് ഈസ് വാട്ട് വി നീഡഡ്. അധമമായതിനെ നീ ഒഴിച്ചിട്ട് ഉത്തമമായത് പ്രസ്താവിച്ചാൽ, ഉത്തമമായത് ഇവിടെ 18-ാം വാക്യത്തിൽ പറയുന്ന അധമമായ കാര്യമാ. നമുക്കിന്നും പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുക. നഷ്ടം, ആ പ്രശ്നം, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. എൻ്റെ പൊന്നു സഹോദര സഹോദരി, അതിനെ ഒന്ന് നിർത്ത്. അവിടെ നിന്ന് നീ ഒന്ന് പുറത്തു വാ. ദൈവം നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇനി വായിച്ചോ, മുൻപോട്ട് വായിച്ചോ. പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ പോലെ ആക്കും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയുകയില്ല. നമ്മൾ മറ്റുള്ളവരുടെ പക്ഷം പിടിച്ച് പോകണ്ട, അവർ നമ്മുടെ പക്ഷത്തിലേക്ക് വരും. ചിലരൊക്കെ പറയുന്നു, ഞാൻ അവരെ നേടാൻ വേണ്ടി അവരെ പോലെ ആയതാ. അവരെ നേടാൻ വേണ്ടി സ്വത്രം, അവരെ നേടാൻ നീ അവരെ പോലെ ആകണ്ട. നീ ദൈവസന്നിധാനത്തിൽ നേരെ നിന്ന് അവർ നിൻ്റെ പക്ഷത്തിൽ വരും. നീ അവരെ പക്ഷത്തിലേക്ക് പോകണ്ട. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ അധമമായതിനെ ത്യജിച്ചിട്ട് ഉത്തമമായതിനെ പിടിച്ച് ദൈവകൃപയിൽ നിന്ന് മറ്റുള്ളവർ നിന്റെ അടുത്ത് വരും. നിന്നെ എതിർത്തവർ, നിന്നെ നിന്ദിച്ചവർ, നിന്നെ അപമാനിച്ചവർ, അവർ നിന്റെ പക്കലേക്ക് വരും. നീ അവരെ പക്കലേക്ക് പോകത്തില്ല. ദൈവം നിന്റെ വാവ് എടുത്ത് ഉപയോഗിക്കും. ആമേൻ. വായിച്ചോ. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കും വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. ഒരിക്കലും ജയിക്കുകയില്ല. ആരെങ്കിലും വിളിച്ചു പറഞ്ഞാട്ടെ, യുദ്ധമുണ്ട്. വാ തുറന്ന് പറഞ്ഞാട്ടെ, യുദ്ധമുണ്ട്, പക്ഷെ ഒരിക്കലും ജയിക്കത്തില്ല. സ്വത്രം പറഞ്ഞില്ല. എത്ര പേർക്ക് ശത്രു വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? സ്വത്രം ആർക്കും വേണ്ട. നിങ്ങൾക്ക് ദൈവവചനം അറിയാത്തതിൻ്റെ ദോഷം അത്. ഞാൻ പറയട്ടെ, ശത്രു വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേശയില്ല. ശത്രുക്കളുടെ മുൻപിലാണ് ദൈവം. ശത്രു വേണ്ട, മേശ വേണം. ദൈവം പറഞ്ഞു, ശത്രുക്കളുടെ മുൻപിലാണ് മേശ ഒരുക്കുന്നത്. ശത്രു ഇല്ലെങ്കിൽ നിനക്ക് മേശയില്ല. സ്വത്രം പറഞ്ഞേ, സ്വത്രം പറഞ്ഞേ. എല്ലാവരും ഒന്ന് സ്വത്രം പറഞ്ഞേ. ശത്രു ഇല്ലെങ്കിൽ മേശയില്ല. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ അവർ ശത്രു അല്ല, അവരാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഹലോ, അവരാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ വചനത്തിൻ്റെ ആഴത്തിൽ തെളിവ് തരാം. ഞാൻ ചോദിക്കട്ടെ, ഹന്നെ ഏറ്റവും അവളെ ഉപദ്രവിച്ചതാരാ? പെനീന ആണല്ലോ. ഏൽക്കാൻ 10 മക്കളിലിരുന്ന് അധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. ഒരു ഭാര്യയ്ക്ക് കുഞ്ഞില്ലെങ്കിലും തൻ്റെ ഭർത്താവ്, ഒരു നല്ല ഒരു ഭർത്താവ് കിട്ടിയെന്ന് പറഞ്ഞാൽ കുഞ്ഞില്ലാത്ത ദുഃഖം അവൾ മറക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോക്ക് ചെയ്യാൻ വേണ്ടി ഒരു പെനീന അവിടെ ഉണ്ട്. സ്വത്രം
എൽക്കന പറയുന്നു, എടി കള, നീ അതിന് തല പുകയ്ക്കാൻ പോകണ്ട, ഞാൻ 10 കുഞ്ഞുങ്ങൾക്കിരുന്ന് അധികം നിന്നെ സ്നേഹിക്കുന്നില്ലയോ? അത് വാസ്തവ, അത് സത്യ. പക്ഷെ എന്നെ പോക്ക് ചെയ്യുന്ന ഒരു പെനിന ഉണ്ടല്ലോ, അവൾ ഉള്ളത് കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപ, ആലയത്തിന് പോകാൻ ഒരു കൃപ. നിങ്ങൾ സ്വത്രം പറയുന്നില്ലല്ലോ. ആമേ. ഞാൻ ചോദിക്കട്ടെ, പെനീന ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ആയുസ്സിൽ സ്വത്രം പറയത്തില്ലായിരുന്നു, ഇവിടെ ആലയത്ത് പോകത്തില്ലായിരുന്നു, മൽപ്പിടുത്തത്തോടെ ഒരു പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് നിങ്ങൾ സ്വത്രം പറയുന്നേ. നിങ്ങൾക്ക് പ്രശ്നം ഉള്ളത് കൊണ്ട്, പ്രതികൂലമുള്ളത് കൊണ്ട് നിങ്ങൾ ആരാധനയ്ക്ക് ഈ ജോലി കഴിഞ്ഞ് ഇത്രയും ടയർഡായിട്ട് ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ അറിയോ? എങ്ങനെയെങ്കിലും ഒരു വിടുതൽ കിട്ടിയാൽ മതി കർത്താവേ എന്ന്. ആ പ്രശ്നമാണ് നിങ്ങളിവിടെ എത്തിച്ചത്. ഹന്ന പ്രാർത്ഥിക്കാൻ അവളെ മോട്ടിവേറ്റ് ചെയ്തത് പെനീന. ഞാൻ ചോദിക്കട്ടെ, പെനീന പ്രാർത്ഥിച്ചു. അപ്പം പെനീന അവളെ വളരെ ഉപദ്രവിച്ചു. ഹന്ന പ്രാർത്ഥിച്ചു. അന്ന ഈവൻ ഏലി പുരോഹിതന് അവളെ നിലവിളി തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവൾ ദൈവസന്നിധിത്ത് കരയുന്നത് അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ദർ ഇസ് എ 2 reason. നമ്പർ 1, ഒന്ന്, അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങി. ഏലി പുരോഹിതൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങി. അവന് 98 വയസ്സുകാരനായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങി. കണ്ണ് മങ്ങുക എന്ന് പറഞ്ഞാൽ ദർശനം മങ്ങിത്തുടങ്ങി. ദൈവം കൊടുത്ത ദർശനത്തെ മങ്ങിയ പിന്നെ ആരെ കണ്ടാലും നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. സ്വത്രം ദൈവം തന്ന കൃപ അതിൽ നിൽക്കുമ്പോൾ നന്മത്തിന്മ നിനക്ക് തിരിച്ചറിയാൻ പറ്റും. പിശാചിൻ്റെ ആത്മാവേത്, ദൈവത്തിൻ്റെ ആത്മാവേത്, മനുഷ്യാത്മാവ് ഏതെന്ന് തിരിച്ചറിയാനുള്ള കൃപ ദൈവം നിനക്ക് തരും. ആമേൻ. ഇപ്പം ഇവൻ്റെ കണ്ണ് മങ്ങി. അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ഇവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കള്ളടിച്ചാ ഇവൾ പ്രാർത്ഥിക്കുന്നതെന്നാണ് ഓർത്തേ. പക്ഷേ അവൾ പറഞ്ഞു, എൻ്റെ യജമാനനെ അങ്ങനെയല്ല, എൻ്റെ സങ്കടം ദൈവത്തോട് പറയുക. എൻ്റെ വിഷയം അതല്ല. അവളെ മോട്ടിവേറ്റ് ചെയ്തത് പെനീനായിരുന്നു. പെനീന മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ട് അന്ന പ്രാർത്ഥിച്ചു. അന്ന പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു സമൂഹൽ ബാലകൻ ജനിച്ചു. ലിസൺ ടു മീ. ഒരു സമൂഹൽ ബാലകൻ ജനിച്ചു. സമൂഹൽ ബാലകൻ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അവൻ ന്യായാധിപതിയായിരുന്നു, പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു. 3 അഭിഷേകം ഒരുമിച്ച് കൈകാര്യം ചെയ്ത ഒരുവൻ്റെ പുറകിൽ പ്രാർത്ഥിച്ച അന്ന അല്ല, അതിനെ മോട്ടിവേറ്റ് ചെയ്തത് പെനീന. ഞാൻ പറഞ്ഞത് ശത്രു വേണോ? സ്തോത്രം. ഇപ്പോഴും ഒന്നും പറയുന്നില്ല. ഒരു സമൂഹൽ ബാലകൻ ജനിച്ചു. സമൂഹൽ വളർന്നു. സമൂഹലിന് ആണ് ദാവീദിനെ അഭിഷേകം ചെയ്തത്. ലിസൺ ടു മീ. ദാവീദിനെ അഭിഷേകം ചെയ്തത് ആര്? സമൂഹൽ. ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദിന്റെ സന്തതിയിലാണ് യേശു ജനിച്ചത്. അപ്പോ എവിടെയാ തുടങ്ങിയത്? പെനീന. ഇപ്പൊ പറയണം, പെനീന ശത്രുവാണോ അവളാണോ മോട്ടിവേറ്റ് ചെയ്തത്? ഇന്ന് നിനക്ക് ശത്രു എന്ന് തോന്നും, പക്ഷേ ആ ശത്രുവിൻ്റെ മുൻപിൽ ദൈവം നിനക്കൊരു മേശ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കാണുന്ന മണ്ഡലമല്ല. ഇന്ന് നീ ഇവിടെ സങ്കടത്തോടെ, കഷ്ടത്തിൽ, പ്രയാസത്തിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ അടുത്ത തലമുറ അത് വലിയ തലമുറയായിരിക്കും. അറിയത്തില്ല. അന്ന അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അന്ന വലിയതായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നിന്ന മാറി കിട്ടിയാൽ മതി. അതുകൊണ്ട് അവൾ പറഞ്ഞു, കർത്താവ്, ഈവൻ ആ കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അവൻ മുല കുടിക്കുന്നത് നിർത്തിയ അന്നേരം തന്നെ കൊണ്ട് ആലയത്തിൽ വിട്ടേക്കാം. ഏത് അമ്മ കൊടുക്കും കുഞ്ഞിന്? പക്ഷെ അവൾക്ക് ഒറ്റ ഇതേ ഉള്ളൂ, പെനീനയുടെ മുൻപ് ഞാൻ ഒന്ന് പ്രസവിച്ച് കാണിക്കണം. സ്വത്രം. അത് മാത്രമായിരുന്നു. പക്ഷെ തമ്പുരാൻ്റെ പദ്ധതി അതല്ല. തമ്പുരാൻ്റെ പദ്ധതി ഈ പെനീനയെ കൊണ്ട്
അന്നയെ പ്രാർത്ഥിപ്പിച്ചു. അന്ന പ്രാർത്ഥിച്ചു. അങ്ങനെ സമൂവേൽ ജനിച്ചു. സമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദിൻ്റെ കുടുംബത്തിലാണ്, ദാവീദിൻ്റെ സന്തതിയായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നത്. നമ്മൾ ഇന്ന് വിതയ്ക്കുന്നത് അടുത്ത ഫ്യൂച്ചറിലുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ് ഇന്നിവിടെ സ്വത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാഗുണ്ട് ഏറ്റു പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു ഉണ്ടോ? നിനക്കൊരു മേശം ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ടേൺ ടുവേർഡ്സ് ടു നോർത്ത്. നീ വടക്കിലേക്ക് തിരിയുക, എൻ്റെ സൈഡിലേക്ക് തിരിയുക. ഡോണ്ട് സീ ദ പ്രോബ്ലംസ്. നീ പ്രശ്നം നോക്കിക്കൊണ്ട് നിൽക്കണ്ട, പ്രതികൂലം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നമുക്കെല്ലാം പറ്റുന്നത് തന്നെ അറിയോ? ഒരു പ്രശ്നം വന്ന് ആ പ്രശ്നം തന്നെ പാടിക്കൊണ്ടിരിക്കും നമ്മൾ. നിങ്ങൾ സ്വത്രം പറയത്തപ്പോൾ എനിക്ക് പിടികിട്ടി, പക്ഷേ എൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അത് നിങ്ങളുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. ആ പ്രശ്നം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. 18-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞ, നീ നെഗറ്റീവായിട്ട് പറയണ്ട. നെഗറ്റീവായിട്ട് എന്നാ പറഞ്ഞേ വായിച്ചേ. യെരമ്യാവ് 15:18. എന്റെ മുറിവ് പൊറുക്കാത്തവണ്ണം, എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാത്തവണ്ണം വിഷമവും ആയിരിക്കുന്നു. എന്ത് നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? സ്തോത്രം. ഇത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ അതിൽ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ദൈവം പറഞ്ഞു, നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതെ തിരിയുക എൻ്റെ അടുത്ത്. കമോൺ, നീ ഇത് കാണുന്ന മണ്ഡലം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ കാണാത്ത മണ്ഡലത്തിലേക്ക് നീ ഒന്ന് കയറി വരിക. ദൈവത്തിൻ്റെ വചനം പറയുന്ന, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നാളെ പ്രസംഗിക്കേണ്ട വിഷയങ്ങളെല്ലാം ഇന്ന് തന്നെ പറയുക. ഹല്ലേലൂയ. ദൈവം ചിലത് കാണിക്കുമ്പോൾ നീ അതിനൊത്തവണ്ണം കയറി വരണം. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുക, എൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന ബിൽഡിംഗ് മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. എൻ്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ബിൽഡിംഗ് കാണാം, പക്ഷെ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അത് കാണണമെങ്കിൽ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലിരുന്ന് ഒരു 20th ഫ്ലോറിലേക്ക് കയറണം. 20th ഫ്ലോറിൽ കയറുമ്പോൾ എനിക്ക് ആ ബിൽഡിംഗ് മാത്രമല്ല, ബിൽഡിങ്ങിൻ്റെ അപ്പുറം എന്തൊക്കെ കിടക്കും ആ പട്ടണം മൊത്തം കാണാം. മനസ്സിലാക്കുന്നുണ്ടോ? ദൈവ മക്കൾ കാണുന്ന മണ്ഡലം നോക്കിക്കൊണ്ട് അതിന് യെസ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിട്ടിട്ട് അവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വിടുക. അവിടെ നിന്ന് പുറത്തു വരിക. ദിസ് ഈസ് ദ സീസൺ ഓഫ് ചേഞ്ച്. ഇതൊരു ഷിഫ്റ്റിംഗ് ആണ്, ഇതൊരു ഷിഫ്റ്റിംഗ് ആണ്. ആമേൻ, ആമേൻ. See, most of the places ദൈവം പറയുന്നത് മനുഷ്യർക്ക് ഇഷ്ടാവത്തില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. വായിക്കാം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ആവർത്തന പുസ്തകം 2:7 ഒന്ന് വായിച്ചേ. 2:7. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്നു. നിനക്ക് യാതൊന്നിനും മുട്ട് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ലിസൺ, വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ മരുഭൂമിയിൽ ഇരുന്നുകൊണ്ട് മിസ്രൈമിനെ ചിന്തിച്ച അവിടുത്തെ ഉള്ളി കാണാം നിങ്ങൾക്ക്. ആമേൻ, സ്തോത്രം. ഉള്ളി, വെളുത്തുള്ളി, സ്തോത്രം. ഈ ചിന്ത മാത്രമേ കാണത്തുള്ളൂ. ഇവരെ ദൈവം മിസ്രൈമിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. എവിടേക്ക് പോകാനാണ് കൊണ്ടുവന്നത്? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടെത്തിക്കാനാ. ലിസൺ ടു മീ, വളരെ ശ്രദ്ധിക്കണം. പാഴും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാനാ. അപ്പോൾ ഇവർ മിസ്രൈം വിട്ട് വന്നു, മരുഭൂമിയിലാണ് നിൽക്കുന്നത്. പക്ഷേ മരുഭൂമിയിൽ നിന്നുകൊണ്ട് അവർ കാണുന്നത് തന്നെ അറിയോ? മിസ്രൈമിൽ ഭക്ഷിച്ച ആഹാരം, ഉള്ളി, വെളുത്തുള്ളി, ഈ ചിന്ത മാത്രമേ ഉള്ളൂ. നിൽക്കുന്ന മരുഭൂമി. ദൈവം പറഞ്ഞു, നിനക്ക് ഈ മരുഭൂമിയിൽ ഞാൻ മന്ന തരുന്നുണ്ട്, പക്ഷേ മന്ന കൊണ്ട് ഒതുങ്ങിപ്പോകരുത്.
മരുഭൂമിയെ പറ്റി ചിന്തിച്ച മന്ന കൊണ്ട് ഒതുങ്ങിപ്പോകും. നീ മരുഭൂമിയിൽ ഒതുങ്ങാനുള്ളവനല്ല, നീ അക്കരെ കടക്കണം. അക്കരെ കടക്കണമെങ്കിൽ നിന്റെ ചിന്താഗതി എന്നാകണമെന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണണം. ഹലോ ഹലോ, you have to reset your mind. You have to reset your mind. നിന്റെ പഴയ മനസ്സ് വെച്ചോണ്ട് ദൈവത്തോടെ പ്രാർത്ഥിച്ച് 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 നീ വട്ടം കറങ്ങുന്നതല്ലാതെ ഒരു ദിവസം നീ രക്ഷ പ്രാപിക്കത്തില്ല. അതൊന്നും പൊളിച്ചിട്ട് പുറത്തു വാ. God is telling me this is the season of change. ഇതൊരു ഷിഫ്റ്റ് നടക്കുന്ന സമയം. ദൈവവചനം പറയുന്നു, നിങ്ങൾ ഈ പർവ്വതം കറങ്ങിയത് മതി. വാട്ട് ഇസ് ദ പ്രോബ്ലം? സി, ഈ ദൈവം പറയുമ്പോൾ വളരെ അർത്ഥമുണ്ട്. 1-ാം അധ്യായം ആവർത്തന പുസ്തകം 1-6 മുതൽ 8 വരെ ഒന്ന് വായിച്ചേ. 6 മുതൽ 8 വരെ. സ്വത്രം. ഹോരേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതത്തിൽ പാർത്തത് മതി. തിരിഞ്ഞ് യാത്ര ചെയ്ത അമോര്യരുടെ പർവ്വതത്തിലും അതിന്റെ അയൽ പ്രദേശങ്ങളായ അരാബ, മലനാട്, താഴ്വീതി, തെക്കേദേശം, കടൽക്കര എന്നിങ്ങനെയുള്ള കനാനി ദേശത്തേക്കും ലെബാനോനിലേക്കും ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവേൻ. See, listen. ദൈവം പറയുന്നു, God wanted to go to the place of promise. ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് പോകണമെന്നാണ്. വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ ദൈവം എന്തെങ്കിലും ദൂത് പറഞ്ഞ് അതിനെ ഒത്തവണ്ണം there will be a promise ഉള്ളയിടത്ത് പ്രൊവിഷൻ ഉണ്ടായിരിക്കും. പ്രൊവിഷൻ ഉള്ളയിടത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ആമേൻ. Promise. What is the promise? See, promise എന്ന് പറയുമ്പോൾ there is a promise plus condition is equal to blessings. ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൻ്റെ കൂട്ടത്ത് ദൈവത്തിൻ്റെ ചില കണ്ടീഷൻ എന്നാ പറഞ്ഞ വ്യവസ്ഥ. ഇസ് ഇറ്റ് റൈറ്റ്? വ്യവസ്ഥ ഉണ്ടായിരിക്കും. ആമേൻ. നമുക്ക് പ്രോമിസ് കേൾക്കും. എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ വേറെ ആംഗിളിലാണ് പോകുന്നത്. ഇപ്പം ശ്രദ്ധിക്കണം. പ്രോമിസ് ഉണ്ട്. ദൈവം പറഞ്ഞു, നിങ്ങൾ അക്കരെ കടക്കണം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്ത ദേശമാണ്. ദൈവം നമുക്ക് വേണ്ടി, ഞാൻ ജനിക്കുന്നതിന് മുൻപ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായി തിരിയുന്നതിന് മുൻപ്, എന്തിനാ അങ്ങനെ പറയുന്നത്? വേണ്ട, ഒരു സ്റ്റെപ്പ് കൂടി പുറകോട്ട് പോക. ലോക സ്ഥാപനത്തിന് മുൻപ്. സ്വോത്ര നമ്മൾ ഈ ബൈബിൾ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ചെന്ന ആദി. അവിടെ റിനോവേഷൻ വർക്ക്. അതിനു മുൻപ് ഒരു അനാദി കാലമുണ്ടായിരുന്നു. അനാദികാലത്തിൽ തമ്പുരാൻ ഈ ലോകത്തെ സ്ഥാപിച്ചപ്പം തന്നെ രവിയുടെ അക്കൗണ്ടില് ചിലതൊക്കെ ദൈവം ഇട്ട് വെച്ചിട്ടുണ്ട്. പാസ്റ്റർ റോയിയുടെ അക്കൗണ്ടിൽ ചിലത് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ കുടുംബത്തിന് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഉള്ളിൽ തോന്നിട്ടുമില്ല. ഹലോ. ഇത് കാണണമെങ്കിൽ ഗ്രൗണ്ട് ലെവൽ വിട്ടിട്ട് നിങ്ങൾ ഹയർ ലെവലിൽ കയറി വരണം. ആമേ. ആരെങ്കിലും സ്വത്രം പറഞ്ഞേ. ഈ നെക്കി സ്വത്രം പറയിപ്പിക്കുന്നത് ഭയങ്കര കഷ്ടമാണേ. ഹല്ലേലൂയ. ഇതെല്ലാം വലിയ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപ് പ്രസംഗിക്കുന്നത്. ആമേ. നിങ്ങളിങ്ങനെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ചീറ്റിപ്പോയോ എന്ന്. സ്വത്രം. ഒന്ന് ഓർത്തോളണം. ദൈവം ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ എവ്രിവെയർ വി ലിസൺ ദ പ്രോമിസ്. എല്ലാവരും പ്രോമിസിനെ കേൾക്കും. ഭയങ്കര സന്തോഷം. വാഗ്ദത്തം കേട്ട ഉടനെ ഭയങ്കര സന്തോഷം. പക്ഷേ വാഗ്ദത്തം നിവൃത്തിയാകണമെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ആണല്ലോ. യഹോവ റാഫ എന്ന് നമ്മൾ ഈസി ആയിട്ട് പറയുന്നു. യഹോവ റാഫ കറക്റ്റ്.
ഞാൻ തന്നെ നിങ്ങൾക്ക് സൗഖ്യദായകൻ. സത്യമാ. ദൈവം പറയുമ്പോൾ 4 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 4 കണ്ടീഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് യഹോവ റാഫ ആയിരിക്കും. നമ്മൾ പിടിച്ചിരിക്കുന്നതന്നെ ഏത് കള്ളുകുടിയനാകട്ടെ, സ്വത്രം, അവന് നല്ല ആരോഗ്യം ബലം ഇരിക്കുമ്പോൾ എത്ര സുവിശേഷം പറഞ്ഞാലും കേൾക്കാത്തവൻ, ഇവൻ്റെ കാലും കൈയും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്നേരം പറയും യഹോവ റാഫ എന്ന്. ഇവനുള്ളതല്ല അത് യഹോവ റാഫ. യഹോവ റാഫ എന്ന് പറയുന്നത് 4 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തവർക്ക് വേണ്ടിയാ യഹോവ റാഫ ആകുന്നത്. സ്വത്രം ആണല്ലോ. നിങ്ങൾക്ക് സംശയമാണെന്ന് തോന്നുന്നു. സിസ്റ്ററെ, എക്സോഡസ് 15:26 പുറപ്പാട് പുസ്തകം 15:26 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. നമ്പർ 1 കണ്ടീഷൻ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്കിനെ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും. 2, അവന് പ്രസാദം, നിനക്ക് പ്രസാദം തോന്നുന്നതല്ല, നിനക്ക് ഇഷ്ടം തോന്നുന്നതല്ല, അവന് പ്രസാദം തോന്നുന്നത് നീ ചെയ്ത് അവന്റെ കൽപ്പനകളെ അനുസരിച്ച്. 3, അവന്റെ കൽപ്പന അനുസരിക്കണം. അവന്റെ സകല വിധികളെയും. 4, അവന്റെ സകല വിധികളെ പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ ചെയ്തില്ലെങ്കിലോ ഞാൻ മിസ്രയീമ്യർ ചെയ്താ ഞാൻ നിങ്ങൾക്ക് യഹോവ റാഫ ആയിരിക്കും. Our God is a covenant making God. ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. Our God never break the covenants. ദൈവം ഒരിക്കലും ഉടമ്പടി പൊളിക്കത്തില്ല. നിങ്ങൾ ഉറങ്ങിപ്പോയോ? ഇല്ലല്ലോ. ദൈവം ഉടമ്പടി പൊളിക്കുവോ? ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞ മാറാത്തവൻ. ആമേൻ. ദൈവം പറഞ്ഞു എൻ്റെ പാട്ട് ഐ ആം യഹോവ റാഫ, ഞാൻ യഹോവ റാഫ. പക്ഷെ 4 കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്വത്രം. നമുക്ക് കണ്ടീഷൻ ആർക്കും വേണ്ട, ബ്ലെസ്സിങ് മാത്രം വേണം. തമ്പുരാൻ പറയുന്നു നിനക്ക് ബ്ലെസ്സിങ്, പ്രോമിസ് പ്ലസ് കണ്ടീഷൻ ഇസ് ഈക്വൽ ടു ബ്ലെസ്സിങ്. പ്രോമിസ് ദൈവത്തിൻ്റെത്, കണ്ടീഷൻ ദൈവത്തിൻ്റെത്, ബ്ലെസ്സിങ് ദൈവത്തിൻ്റെത്. പ്രോമിസ് ദൈവം തരുന്നത്. പ്രോമിസ് കാണുന്ന മണ്ഡലത്തിലിരിക്കുന്ന നിനക്ക് കാണാത്ത മണ്ഡലത്തിലിരിക്കുന്ന ദൈവം നൽകുന്ന ടോക്കൺ ആകുന്നു പ്രോമിസ്. ഹലോ. ആ ടോക്കൺ കിട്ടിയ ഉടനെ നമുക്കെല്ലാവർക്കും സന്തോഷം. ഒരു പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞ ഉടനെ അയ്യോ അന്ന് രാത്രിയൊക്കെ എന്നാ സന്തോഷം അറിയാം. ഒരു 3 മാസം കഴിയുമ്പോൾ ആ പ്രവാചകനെ മറക്കും, പ്രവചനത്തെയും മറക്കും. കാരണം എന്നാ കണ്ടീഷൻ മറന്നുപോയി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പിടിച്ചു വയ്ക്കും, കണ്ടീഷൻ വിടും. ദൈവം പറയുന്നു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം, എന്നാലേ അനുഗ്രഹം. ദൈവത്തിലിരുന്നാണ് പ്രോമിസ് വരുന്നത്, ദൈവത്തിലിരുന്നാണ് കണ്ടീഷൻ വരുന്നത്, ദൈവത്തിലിരുന്നാണ് ബ്ലെസ്സിങ് വരുന്നത്. ദൈവമാണ് പ്രോമിസ് തരുന്നത്. ദൈവം പ്രോമിസ് തരുമ്പോൾ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യേണ്ടത് ഞാനും നിങ്ങളുമായിരിക്കുന്നു. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ പാട്ട് പ്രോമിസ് ഉണ്ട്, എൻ്റെ പാട്ട് കണ്ടീഷനുണ്ട്. ഞാൻ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രോമിസ് ഫുൾഫിൽ ആകും. പ്രോമിസ് ഫുൾഫിൽ ആകുമ്പോൾ ബ്ലെസ്സിങ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആമേൻ. ആമേൻ. ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ അക്കരെ നാട്ടിൽ കിടത്താൻ പോകുന്നു. ദാറ്റ് ഈസ് ദ പ്രോമിസ്. God wanted them to go to the place of provisions. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിലേക്ക് പോകണം. നമ്മൾ അവിടെ തന്നെ വട്ടം കറങ്ങി ഇരിക്കാനല്ല. Let me ask, നിങ്ങൾ എത്ര കൊല്ലം കൊണ്ട് ദൈവത്തെ സേവിക്കുന്നു? എന്ത് വളർച്ച ഉണ്ടായി? വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ദൂത ഞാൻ പറയുന്നത്. കറങ്ങിയത് മതി സഹോദര, ഒന്ന് പുറത്തു വാ. നിങ്ങൾ ഇന്ന് സ്വത്രം പറയത്തില്ല, എനിക്കറിയാം. നിങ്ങളെ സുഖിപ്പിക്കാനല്ല ഞാൻ ഈ ദൂത് പറയുന്നത്, ഉള്ള സത്യ പറയുന്നത്. എത്ര കാലമായി പ്രായം നോക്കിയ ഉപദേശിയാകേണ്ടത് കാലമായി. പക്ഷെ ഇന്നും ഫീഡിങ് ബാട്ടില ആരെങ്കിലും വന്ന് വിളിച്ചു കൊണ്ടുവരണം, ആരെങ്കിലും വണ്ടി അയക്കണം, ആരെങ്കിലും പൊക്കി എടുത്തോണ്ട് വരണം. സ്വത്രം ആരെങ്കിലും 10 ഫോൺ കോൾ ചെയ്യണം, എന്നാലേ മീറ്റിങ്ങിന് വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സ്വത്രം പറയുന്നില്ല. ദിസ് ഈസ് ദ ഫാക്ട്. കറങ്ങിയത് മതി. കം ഔട്ട്. നീ വട്ടം കറങ്ങിയത് മതി. നിന്നെ വട്ടം കറക്കുന്നത്
from God. ദൈവമാണ്. ദൈവത്തിലിരുന്നാണ് ഉയർച്ച വരുന്നത്. ഉയർച്ച ദൈവത്തിലിരുന്നാണ് വരുന്നത്. ആമേൻ. ആ ഉയർച്ചയിലേക്ക് നീ കയറിയേ പറ്റും. നീ കറങ്ങിയിരിക്കാനല്ല, നീ വട്ടം കറങ്ങി അവിടെ തന്നെ നിൽക്കാനല്ല. ശിഷ്യന്മാരെല്ലാം പറഞ്ഞു. അയ്യോ, ശിഷ്യന്മാർക്ക് എന്നാ സന്തോഷം അറിയാം. ഒരിക്കൽ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, മരുരൂപ മലയിൽ എലിയാവിനെയും യേശുവിനെയും മോശയൊക്കെ കണ്ടപ്പം ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഇവിടെ തന്നെ 3 കൂടാരം അടിച്ച് നമുക്കിവിടെ തന്നെ ഇരിക്കാം. സ്വോത്ര. മോശ 40 ദിവസം പർവ്വതത്തിലിരുന്നപ്പം, ദൈവസന്നിധാനത്ത് ഇരുന്നപ്പം അവന് താഴോട്ട് ഇറങ്ങിപ്പോകാൻ മനസ്സില്ല. ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നാണ്. കർത്താവ് പറഞ്ഞു, ഇറങ്ങിപ്പോകാനാ. ഹലോ, ഇറങ്ങിപ്പോ. താഴ്വരയിൽ ഒരു കൂട്ടം നശിച്ചുകൊണ്ടിരിക്കുന്നു. മോശേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നത് നല്ലതാ, അത് നിനക്ക് നന്മയാ. പക്ഷേ നിന്നെ വിളിച്ച വിളി അതല്ല. നീ ഇറങ്ങിപ്പോയി അവരെ വിടുവിക്കണം. സ്വത്രം. പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാം പറഞ്ഞത്, കർത്താവെ, നമുക്ക് 3 കൂടാരം അടിച്ച് ഇവിടെ തന്നെ നമുക്ക് സെറ്റിലാകാം. കർത്താവ് പറഞ്ഞു, അങ്ങനല്ല. നിങ്ങൾ ഇവിടെ സെറ്റിലാകാനല്ല നിങ്ങളെ വിളിച്ചത്. ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം, എൻ്റെ സാക്ഷ്യം പറയണം. ഇന്ന് പകൽക്കാലം ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വട്ടം കറങ്ങാനല്ല. ഇന്ന് somebody with action പറ, ഞാൻ അതിനെ ബ്രേക്ക് ചെയ്ത് ആ സർക്കിളിനെ ഒന്ന് പൊളിച്ചിട്ട് ഞാൻ പുറത്ത് വരാൻ പോകുന്നു. Amen. You have to come out. That's what God says. Enough is enough. Number 3, God wanted them to go to the place of protection. ദൈവം നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുക ചെയ്യും. ദൈവം ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ദൂതിനൊത്തവണ്ണം നിങ്ങൾ ചലിക്കാൻ തുടങ്ങിയ, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മരുഭൂമിയിൽ കൊണ്ടെത്തിച്ച മാറയെ ദൈവം മധുരമാക്കി. മരുഭൂമിയിൽ ദൈവം മന്നാപ്പ് തന്നു. മരുഭൂമിയിൽ നിനക്ക് ആവശ്യമുള്ള മാംസം തരും. മരുഭൂമിയിൽ നിന്റെ വസ്ത്രം ജീർണിച്ചു പോകത്തില്ല. നിന്റെ കാലിൻ്റെ ചെരുപ്പ് തേഞ്ഞു പോകത്തുമില്ല. കാരണം ദൈവത്തിൻ്റെ പ്രൊവിഷൻ അവിടെ ഉണ്ട്. ആമേൻ, ആമേൻ. മരുഭൂമിയിൽ പാമ്പുണ്ട്, തേളുണ്ട്, ഏത് നേരത്തിലും അപകടം സംഭവിക്കാം. പക്ഷേ ഇസ്രായേൽ ഗ്രഹത്തിനോട് ദൈവം അവർക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കുമ്പോൾ ഒറ്റ എണ്ണം തൊടാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ മിനിസ്ട്രിയെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. സംബഡി ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ്. ആരെങ്കിലും ഒന്ന് വിളിച്ച് പറ, ആരെങ്കിലും ശബ്ദമുയർത്തി പറ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സഭയ്ക്ക് ഒരു വാഗ്ദത്തമുണ്ട്. എൻ്റെ സഭയ്ക്ക് വാഗ്ദത്തമുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പ്രൊവിഷൻ ദൈവം ഒരുക്കും, അതിനാവശ്യമുള്ള പ്രൊട്ടക്ഷൻ ദൈവം തരും. മനുഷ്യൻ പൊളിച്ചാലോ ദൈവം പൊളിക്കുന്നവനല്ല, ദൈവം പണിയുന്നവനാ. പിന്നെ എന്തിനാ പ്രശ്നം? പ്രശ്നം വരാൻ കാരണം there is a rebellion character ഉള്ള ചിലരുണ്ടായിരിക്കും. Why God's promise we are not able to receive it because of our rebellion character. നമ്മുടെ അകത്ത് വരുന്ന മറുതലിപ്പിൻ്റെ ആത്മാവ്. സ്വത്രം പറഞ്ഞില്ല. ആവർത്തന പുസ്തകം 1:26 ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഡ്യൂട്ടണോമി ചാപ്റ്റർ 1:26. 1:20. അവിടെ നന്മ ഉണ്ട്, വിടുതലുണ്ട്, ഉയർച്ച ഉണ്ട്, സമാധാനമുണ്ട്, അത്ഭുതമുണ്ട്, രോഗസൗഖ്യമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സൗകര്യമില്ല. എന്താ പറ്റിയേ? കയറിപ്പോകാൻ അവർക്ക് നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന നിങ്ങൾ മറുത്തു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന നിങ്ങൾ മറുത്തു. ഇതാണ് പ്രശ്നം. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, ആമേൻ. പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രാപിക്കണമെങ്കിൽ ആദ്യം ഞാൻ മനസ്സ് ചെയ്യണം.
നമ്മൾ നോക്കുന്നത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഒരു സ്വത്രം പറഞ്ഞില്ല, പിന്നെ ഞാൻ എന്തിനാ പറയണം? നീ സ്വത്രം പറയുന്ന അവർക്ക് വേണ്ടി അല്ല, നിന്റെ വിടുതലിന് വേണ്ടിയാ. ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ളവർ സ്വത്രം പറഞ്ഞില്ലെങ്കിലോ ഈ സ്വത്രം പറയുന്ന നിന്റെ വിടുതലിനാ. സ്വത്രം 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 സ്വത്ര. നീ സ്വത്രം പറയുമ്പോൾ നിനക്ക് വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, മനസ്സുണ്ടാകണം, മനസ്സുണ്ടാകണം. ആ മനസ്സില്ലാത്തതാ പ്രശ്നം. പ്രാർത്ഥനയ്ക്ക് വരാൻ മനസ്സുണ്ടാകണം, പ്രാപിക്കാൻ മനസ്സുണ്ടാകണം. സ്വത്രം പറഞ്ഞില്ല. ഇനി ഞാൻ പറയട്ടെ, ഇനി ദൂതൻ വന്ന് പ്രസംഗിച്ചാൽ പോലോ നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ഒറ്റ വിടുതൽ നടക്കുന്ന ഒരു മൂക്കുപനി പോലും സൗഖ്യമാവത്തില്ല. സ്വത്രം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. യേശു ഇങ്ങനെ പറഞ്ഞു, പ്രവാചകന് സ്വന്തം നാട്ടില് വിലയില്ല. എന്തറിയോ? അവർക്ക് മനസ്സിലായി, നമ്മുടെ നസറേത്തുകാരനായ തച്ചൻ്റെ മോനല്ലയോ, യോസേഫിൻ്റെ മറിയാമ്മൻ്റെ, നമുക്കറിയത്തില്ലോ അവനെ. പിന്നെ അവിടെ എന്നാ വിടുതൽ നടക്കാന്? ചിലരെല്ലാം മുൻവിധിയോടെ ഇരിക്കുമ്പോൾ വിടുതൽ നടക്കത്തില്ല. ഇന്ന് രാത്രി ആ മുൻവിധി മാറ്റിവെച്ച് പറ, ദൈവമേ എൻ്റെ മനസ്സിനെ ഒന്ന് തുറക്കണമേ. കാണുന്ന മണ്ഡലത്തിനെ അല്ല ഞാൻ ദർശിക്കുന്നത്, കാണാത്ത മണ്ഡലത്തെ എനിക്കൊന്ന് ദർശിക്കണം. കാണുന്ന മണ്ഡലത്തിൽ മുങ്ങിപ്പോകും, അല്ലെങ്കിൽ ഉരുക്ക് മുങ്ങിപ്പോകും. കാണാത്ത മണ്ഡലം എന്ന് പറയുന്നത് മുങ്ങിയതിനെ പൊക്കിയെടുക്കുന്നതാ. അല്ലെങ്കിൽ ഉരുക്ക് മുങ്ങുന്നത് നാച്ചുറൽ, പൊക്കുന്നത് സൂപ്പർ നാച്ചുറൽ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ശ്രദ്ധിക്കുക. നമ്പർ 1, they have the rebellion character. അവരകത്ത് ഈ പിറുവിറുക്കുന്ന സ്വഭാവമുള്ളവർ ഒരിക്കലും അവർക്ക് നന്മ കാണത്തില്ല. അവർ നിങ്ങൾ എഴുതി വെച്ചോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് വാക്യത്തിൽ തന്നെ വായിച്ചോ, 1:26 വായിച്ചോ. നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന നിങ്ങൾ മറുത്തു. യഹോവ നമ്മെ പകക്കിയാൽ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. എവിടെ ഇവര് എല്ലാം നെഗറ്റീവ് തിങ്കിങ്. ദൈവം നമ്മളിവിടെ കൊണ്ടുവന്നത് എന്തിനാ? നശിപ്പിക്കാന്, ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാന് അല്ല. നെഗറ്റീവ് വരുന്നത് പിശാചാ കൊണ്ടുവരുന്നത്, പോസിറ്റീവ് വരുന്നത് ദൈവത്തിലിരുന്ന. നെഗറ്റീവ് വരുന്നത് നിൻ്റെ വിശ്വാസത്തെ തളർത്തുന്നത്, പോസിറ്റീവ് പറയുമ്പോൾ നിൻ്റെ വിശ്വാസം ഉയർന്നിരിക്കും. ആണല്ലോ ആമേൻ. അപ്പോൾ ഈ ചിന്ത കൊണ്ടുവന്നിടുന്ന ആരാ? പിശാച. അത് പിശാച് അങ്ങനെ ദൈവമക്കളുടെ അടുത്ത് അങ്ങനെ വരുമോ? നിശ്ചയമായിട്ട് വരൂ. പത്രോസിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് ജഡരക്തമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ. അതുകൊണ്ട് നിനക്ക് പിടിച്ചോ, നീ താക്കോല് പിടിച്ചോ. നീ അഴിച്ച സ്വർഗത്തിൽ, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും, ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ദാറ്റ്സ് റൈറ്റ്. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു താൻ ക്രൂശീകരണത്തെ കാര്യം പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ പറ്റത്തില്ല, അങ്ങനെ സംഭവിക്കാം, ഞാൻ അനുവദിക്കത്തില്ല. ദാറ്റ്സ് റൈറ്റ്. അവൻ്റെ സ്നേഹം നിമിത്തമാണ് പറഞ്ഞത്. പക്ഷെ യേശു അവനോട്, പത്രോസേ എനിക്കറിയടാ, നീ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിശാചേ പറഞ്ഞു. ഇന്നും ആരോടൊക്കെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ സൈഡിൽ തല വെച്ച് കിടക്കത്തുമില്ല. സ്വത്രം. ആമേൻ. ഒരിക്കൽ വെളിപ്പാട് കണ്ടവൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ അടുത്ത നിമിഷത്തിൽ തന്നെ പറയുന്നു, അതേ യേശു തന്നെ പറയുന്നു അവനെ പിശാചെന്ന്. യേശു പത്രോസിനല്ല ശാസിച്ചത്, പത്രോസിന്റെ അകത്ത് അവിശ്വാസം കൊണ്ടുവന്നിട്ട ദൈവികമായ പ്ലാനിന് വിരോധമായി സംസാരിപ്പിച്ച ആ കൈൻഡ് ഓഫ് സ്പിരിറ്റ്, അതൊരു രീതി ആത്മാവ്, അതിനെയാണ് യേശു ശാസിച്ചത്. ആമേൻ. നമ്മുടെ ചിന്താമണ്ഡലം മേ ബി നല്ല ആത്മാവിൽ തിളങ്ങിയിരിക്കുമ്പോൾ ആയിരിക്കും, ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഒരു വാക്കായിരിക്കാം. ദാറ്റ് വിൽ ബ്രിങ് യു ഡൗൺ. നിന്നെ അവിടെ ഇട്ട് കറക്കും. ദൈവം പറയുന്നു,
എനഫ് ഈസ് എനഫ്. ഇതുവരെ കറങ്ങി, ഇനി കറങ്ങരുത്. പുറത്തു വാ. കമൗട്ട്. നീ ദൈവത്തിലേക്ക് തിരിയുക. നീ ടേൺ ടുവേർഡ്സ് ടു നോർത്ത്. ദൈവത്തിലേക്ക് തിരിയുക, സ്വർഗത്തിലേക്ക്. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉളവാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ആമേൻ. കണ്ണങ്ങോട്ട് തിരിക്കുക. ഇനി 1-2 കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. ഇവരുടെ ജീവിതത്തിൽ പുരുവുറുപ്പിൻ്റെ സ്വഭാവം വന്നു. അവരാരോടാ പുരുവുറുക്കുന്നത്? 1 ദൈവത്തോടെ പുരുവുറുക്കും, 2 ലീഡർഷിപ്പിനോട് പുരുവുറുക്കും. സ്വത്രം. ഹലോ, സൺഡേ പറയണമായിരുന്നല്ലേ പാസ്റ്റർ ഇതല്ല? സ്വത്രം. സൺഡേ കുറേ പേര് കൂടെ വരുത്തുള്ളൂ. ശ്രദ്ധിച്ചേ. 1, അവർക്ക് ദൈവത്തോടെ പുറവുറുക്കും, ദൈവം നിയമിച്ച ലീഡറിനോട് അവർക്ക് പുറവുറുപ്പുണ്ടാകും. ബിക്കോസ് അവർക്ക് മനസ്സില്ല കയറിപ്പോകാൻ. അവരവിടെ തന്നെ ഇരിക്കണം. ഒരടുത്ത സ്റ്റെപ്പിലിട്ട് ഒരു ചേഞ്ചിലേക്ക് മാറാൻ ഇഷ്ടമില്ല. സി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് ചേഞ്ച്? ഒരു ട്രഡീഷണൽ ഒരു കാര്യമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നതിന് ഒന്ന് മാറ്റാൻ സമ്മതിക്കത്തില്ല. ഭയങ്കര പ്രശ്നം, കോളിളക്കം നടക്കും. ആണല്ലോ, ആണല്ലോ. സ്വത്രം, സ്വത്രം. നവീകരണ കർത്താവ് മാർട്ടിൻ ലൂത്തർ ആ ട്രഡീഷണൽ പാരമ്പര്യമിരുന്ന് ഒരു റിവൈവലിലേക്ക് കൊണ്ടുവരുന്ന സമയമായപ്പോ മൊത്തം ഇളകില്ലയോ? പക്ഷേ യു കനോട്ട് സ്റ്റോപ്പ് ദ ചേഞ്ച്. ഐ കനോട്ട് സ്റ്റോപ്പ് ദ ചേഞ്ച്. ഞാനും നീയും ആ ചേഞ്ച്, ദൈവം വരുത്തുന്ന ചേഞ്ചിനെ നിർത്താൻ പറ്റത്തില്ല. when you change, നിങ്ങൾ ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകും, നിങ്ങളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആകും, നിങ്ങളുടെ ഡ്രസ് കോഡ് ചേഞ്ച് ആകും, നിങ്ങളുടെ രീതി ചേഞ്ച് ആകും, നിങ്ങൾ സംസാരിക്കുന്ന രീതി ശൈലി ചേഞ്ച് ആകും. ഹല്ലേലൂയ. ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല, ചില ദൈവദാസന്മാർ എന്നോട് സംസാരിക്കുമ്പോൾ ഹലോ പാസ്റ്ററേ എന്നാ ഉണ്ട് ഇങ്ങനെ പറയും. തൊട്ടടുത്ത് വരെ ഒരു സഹോദരനോട് ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്താ ബ്രദറെ, എന്താ ഡബിൾ ആക്ടിങ് ആണോ, മൗൺ ആക്ടിങ് ആണോ? ഇവിടെ വരുമ്പോൾ താഴ്മ, അങ്ങോട്ട് തിരിയുമ്പോൾ പുലിയെപ്പോലെ നിൽക്കുന്നു. നോ, when change comes, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ്റെ അകത്തൊരു ചേഞ്ച്. പഴയതല്ല, കഴിഞ്ഞു, സകലതും പുതിയതായി. ആമേ. ട്രഡീഷൻ മാറി, ദ ചേഞ്ച് വരുമ്പോൾ ഈ ട്രഡീഷണൽ പീപ്പിൾ ദേ വോണ്ട് അക്സെപ്റ്റ് ദിസ്. പാരമ്പര്യം പൊളിക്കാൻ വിടത്തില്ല. ദുഃഖത്തോടെ പറയട്ടെ, ഇന്നും ചില അച്ചായമാർക്ക് തമ്പേരടിച്ചില്ലെങ്കിൽ അവർക്ക് ആത്മാവ് വരുത്തില്ല. എൻ്റെ സഹോദര, തമ്പേരിലല്ല ആത്മാവ് ഉള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് തമ്പേരടിച്ച് അതിൻ്റെ സ്പീഡ് വർദ്ധിക്കുമ്പോൾ വരുന്നതല്ല. നിന്റെ മനസ്സിൻ്റെ അകത്ത് ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ വരുന്നതാണ് അഭിഷേകത്തിൻ്റെ ചലനം. ആമേൻ. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കണം. ഒന്ന്, അവർക്ക് ചേഞ്ച് ആകാൻ പറ്റില്ലെങ്കിൽ അവരെ മനസ്സ് ഉയരാൻ പറ്റത്തില്ല, അവർക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തും തടസ്സം ഉണ്ടാക്കും. അവർ ദൈവത്തോടെ പുരുവുറുക്കും, ലീഡർഷിപ്പിനോട് പുരുവുറുക്കും, പിന്നെ മറ്റുള്ളവരോട് അവർ ഗോസിപ്പ് ചെയ്യും. ദിസ് ഇസ് ദ ഫാക്ട് ഇൻ ദ ചർച്ചസ്. ദൈവവചനത്തിൽ ആവർത്തന പുസ്തകം 1:28 എടുത്ത്, 1:28. വലിയവരും ദീർഘകായകന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന. ലിസൺ. അവരെ ഡിസ്കറേജ് ചെയ്യുക, മറ്റുള്ളവരെ ഡിസ്കറേജ് ചെയ്യുക. ആമേൻ. നിങ്ങൾക്ക് മതിയായെന്ന് തോന്നുന്നു. ആമേൻ. പാസ്റ്റർ നിർത്തണേ, എനിക്ക് വിഷയമില്ല. നിങ്ങൾ
20 മിനിറ്റ് തന്നാൽ 20 മിനിറ്റിൽ പ്രസംഗിക്കാൻ എനിക്കറിയാം. 2 മണിക്കൂർ തന്നാൽ 2 മണിക്കൂറും പ്രസംഗിക്കും. ശ്രദ്ധിക്കണം. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കേട്ടിട്ട് ഞാൻ നിർത്താം. 1, കയറി വരാൻ മനസ്സില്ലാതെ വട്ടം കറങ്ങി നിൽക്കുന്നവർക്ക് അവർ പറയുന്നത് അവർക്ക് ദൈവത്തോട് പിറുപിറുപ്പുണ്ട്, ലീഡർഷിപ്പിനോട് പിറുപിറുപ്പുണ്ട്. അത് കഴിയുമ്പോൾ ജനത്തിലേക്ക് അത് വ്യാപരിപ്പിക്കും, ജനത്തെ അധൈര്യപ്പെടുത്തും. അവർ ഡിസ്കറേജ്മെൻറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ഡിസ്കറേജ്മെൻറ്റ്. അവർ നമുക്കതിനൊക്കെ ജയിക്കാൻ പറ്റുമോ? അവന്മാർ മല്ലന്മാരല്ലയോ? നാക്യം മല്ലന്മാരെ പറ്റി കേട്ടിട്ടില്ലയോ? അവരെ മുൻപ് നമ്മൾ വെട്ടിക്കിളിയെ പോലെ നമുക്കിതൊന്നും ജയിക്കാൻ പറ്റത്തില്ല. സ്വത്രം. ബലത്തോടെ ധൈര്യത്തോടെ ഒരു സ്റ്റെപ്പ് വെക്കണമെന്ന് തോന്നുന്നവന് ഈവൻ ഡിസ്കറേജ് ചെയ്യുക. സഭരകത്ത് ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. യു ഹാവ് ടു റിബ്യൂക്ക് ദാറ്റ് സ്പിരിറ്റ്. ആ ആത്മാവിനെ ഒന്ന് ശാസിക്കണം. ആമേൻ. Are you getting my point? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? You think that is the person? No, not that person. It is a kind of spirit. Amen. പട്ടണത്തിൽ തീ കത്തിക്കണമെന്ന് പറഞ്ഞത് പത്രോസ്, യോഹന്നാനും ഇവർക്കെല്ലാം ഒരു ചിന്ത, കർത്താവേ സമര്യ പട്ടണത്തിൽ അങ്ങക്ക് സ്ഥലമില്ലെങ്കിൽ ആർക്കും വേണ്ട, തീ കത്തിക്കാം. ഏലിയാവ് തീ ഇറക്കിയ പോലെ ഇറക്കി നശിപ്പിക്കണം. ജീസസ് rebuked them. യേശു അവരെ ശാസിച്ചു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പിരിറ്റ്. സഭരകത്ത് ഡിസ്കറേജ്മെന്റ് കൊണ്ടുവരുന്നത്. ദൈവദാസന്മാർ ദൈവത്തിലിരുന്ന് പ്രാപിച്ച് എന്തെങ്കിലും ദൂത് പറയുമ്പോൾ പാസ്റ്ററെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ദൈവമക്കളെ സഭയ്ക്ക് ആവശ്യമുള്ളത്. അതിനെ ഡിസ്കറേജ് ചെയ്യുന്നവരല്ല. ആമേൻ. നമ്പർ 4, 32-ാം വാക്യം. ഇതെല്ലാമായിട്ടും പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാൻ നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രിയിൽ അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നമ്മുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഒന്ന് നോക്കിയേ. രാത്രി അഗ്നിസ്തംഭമായിട്ടും പകൽ മേഘസ്തംഭമായിട്ടും ദൈവം വഴി നടത്തിയ ഈ ജനം ദൈവത്തെ വിശ്വസിച്ചില്ല. നമ്പർ 1, they are rebellions. അവർ ദൈവത്തോടെ മറുതലിക്കുന്നവരാ, ദൈവദാസന്മാരോട് മറുതലിക്കുന്നവരാ, മറ്റുള്ളവരെ ഡിസ്കറേജ് ചെയ്യുന്നവരാ. കാരണം അവരകത്ത് അവിശ്വാസം. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഈ വട്ടത്തിൽ കറങ്ങിയത് മതി, എൻ്റെ ജനം പുറത്തു വരട്ടെ, എൻ്റെ ജനം പുറത്തു വരട്ടെ. ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. നിങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടക്കത്തുള്ളൂ. പുറത്തു വരുന്നവൻ രക്ഷ പ്രാപിക്കും.